ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിനൂസ് വേൾഡ്. അങ്ങനെ എന്തായാലും നമ്മൾ തരംഗിരി നാഷണൽ പാർക്കിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ആനിമൽസിനൊക്കെ കണ്ടു. ഇനി ഒരുപാട് ആനിമൽസിനെ കാണാനുണ്ട്. അങ്ങനെ എൻ്റെ ഒരു ഫോട്ടോ കിട്ടി, അപ്പോൾ അതങ്ങനെ കാണിച്ചതാണ് കേട്ടോ. എന്തായാലും ഈ ഒരു ഇതിലേക്കൂടെയുള്ള യാത്ര, ഈ ഫോറസ്റ്റിലൂടെയുള്ള യാത്ര അതിമനോഹരമായ കാഴ്ചകൾ തന്നെയായിരുന്നു. കാരണം നല്ല എന്താ പറയുക, പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങളും അതുപോലെ നല്ല നീല കളറുള്ള ആകാശവും അതുപോലെ മേഘങ്ങളും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ പറയാൻ. പിന്നെ നമ്മൾ പോണ വഴിക്ക് ഒരുപാട് മങ്കീസിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അവർക്ക് ഇതേ പറഞ്ഞ പോലെ തന്നെ നമുക്കുള്ള കാണുമ്പോൾ പേടിയൊന്നുമില്ല. അവർ നമ്മളെ വണ്ടിയുടെ അടുത്തും തൊട്ടടുത്തൊക്കെ വരുമ്പോൾ നമുക്കാണ് ശരിക്കും പേടിയാവുക, കാരണം നമ്മളെന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ വിചാരിച്ചിട്ടേ. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സമയത്തേക്ക് പിന്നെ നമുക്ക് ഒരുപാട് ആനിമൽസിനെയൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. നമ്മളിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആരെങ്കിലും കാണുമോ കാണില്ലെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എന്നാലും നമുക്ക് ബോറടി ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം നല്ല രസമുള്ള ഒരു സ്ഥലത്തിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ അപ്പോഴാണ് ഇയാളെ കണ്ടത് കേട്ടോ. പെട്ടെന്നാണ് നമ്മളിങ്ങനെ ഓരോരുത്തരെ കാണുന്നത്. ഇതേപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഓരോരുത്തരെ മീറ്റ് ചെയ്യുന്നത്. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിർത്തിയിട്ട് അതിനെ കുറച്ച് സമയം നോക്കി നിന്നും. ഞാൻ പിന്നെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറച്ച് സമയം ഇങ്ങനെ ആരും കാണാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ബോറടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഒരു ആനക്കൂട്ടം കണ്ടത്. ആനക്കൂട്ടം എന്ന് പറഞ്ഞാലും പോരാ, വലിയൊരു ആനക്കൂട്ടം തന്നെയായിരുന്നു. അത് മാത്രമല്ല കേട്ടോ, ഇവർ വരുന്ന ആ ഒരു സ്ഥലം എത്ര രസമാണ് കാണാനെന്നറിയോ. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എന്ത് രസമാണ് കാണാൻ. പച്ചപ്പ് എന്ന് പറഞ്ഞാലും പോരാ, പച്ചപ്പിൻ്റെ കൂടെ ഈ ആനകളുടെ കൂട്ടം. പിന്നെ ഈ ആനകൾ ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്തു കേട്ടോ. ഈ ആനക്കൂട്ടത്തിന് മുമ്പിലായിട്ട് ഒരാന പോകുന്നുണ്ട്. ആളാണ് മൂപ്പനെന്ന് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ ഈ തൊട്ട് പുറകിലായിട്ടും ഒരാൾ പോകുന്നുണ്ട്. അപ്പോൾ ഈ ആനക്കൂട്ടം പോകുമ്പോഴൊക്കെ ഇങ്ങനെയാണ് ഇത്ര പോവുക. ഒരാൾ ഫ്രണ്ടിൽ പോകും. അത് കഴിഞ്ഞിട്ട് ഈ ഫാമിലിയൊക്കെ പോകണം. ഇപ്പോൾ കണ്ട ആനക്കുട്ടികളുണ്ട്, വലിയ ആനകളുണ്ട്, ചെറിയവരുണ്ട്, പല വയസ്സിലുള്ള കുട്ടികളുണ്ട്, കണ്ടോ, പല സൈസിലുള്ള കുട്ടികളുണ്ട്. അപ്പോൾ നല്ല രസമായിട്ട് കേട്ടോ കാണാൻ. നമ്മളെ തൊട്ടടുത്ത് കൂടിയാണ് പോണത്. ഇങ്ങനെ ചീറിപ്പാഞ്ഞൊക്കെ പോകുമെന്ന് പറഞ്ഞവർ ആ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ പോണത്. ഇത് ഇവരുടെയൊക്കെ ബാക്കിലൊരാൾ വരുന്നുണ്ട്. ഇതാണ് ആള്. അങ്ങനെ എന്നാലും നമ്മളെ വണ്ടിയിൽ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോയിട്ടോ. പക്ഷെ ഇവർ അത്ര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ബാക്ക് സൈഡിൽ ഒരാളെ കണ്ടത്. അതിൻ്റെ വീഡിയോ ഞാനിപ്പോൾ കാണിക്കാം കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ആളിങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പേടിയായി, ഇതെങ്ങാനും ഇങ്ങോട്ട് വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൊമ്പനതാ കുലുങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഡ്രൈവർ വണ്ടി തിരിച്ചിട്ട് അതിൻ്റെ അടുത്തേക്ക് പോയിട്ടോ. സംഭവം ആളിങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ കറക്റ്റ് ആയിട്ട് മുന്നിലുള്ള വണ്ടി നിർത്തി. ബാക്കിലൊന്നുകൂടി വരുന്നുണ്ട്. ഇതിനെ കാട്ടൂല. ഒറ്റയാണ് എന്തായാലും സംഭവം എന്തായാലും എല്ലാവരും പേടിച്ചു എന്ന് തന്നെ പറയാം കേട്ടോ. ഞങ്ങളിലേറെ പേടിച്ചത് ഷാനായിരുന്നു കേട്ടോ. ഷാൻ ആ സീറ്റിൻ്റെ അടിയിലേക്ക് അങ്ങോട്ട് കിടന്നിട്ട് പിന്നെ അവനെ എടുക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. താഴേക്ക് ഒളിച്ചിട്ടേ കുട്ടി കൊണ്ട് പേടിച്ചിട്ട് നല്ലോണം പേടിച്ചു തന്നെ പറയാം. അങ്ങനെ എന്തായാലും കുറേ ആ ഒറ്റക്കൊമ്പനെ നമ്മൾ കണ്ടിട്ട് പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് വേറെ ആനകൾ റോഡിലൂടെ നമ്മൾ പോണ റോഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് എണ്ണത്തിനെ കണ്ടു.
ഏകദേശം സമയം ഉച്ചയോടായപ്പോഴേക്കും പിന്നെ നമുക്ക് വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ എന്നാൽ പിന്നെ ഫുഡ് കഴിച്ചിട്ടാവാം ബാക്കി യാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു പിക്നിക് സ്പോട്ടിലാണ് കേട്ടോ. നമ്മളുള്ളത് ഫോറസ്റ്റിലായതുകൊണ്ട് തന്നെ അവിടെ ഇരുന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കാണ് കേട്ടോ നമ്മൾ ഫുഡൊക്കെ എടുത്തിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചിലവർ ആനിമൽസിനെ കണ്ടില്ല, ചിലവർ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഓരോ ഡ്രൈവേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കുള്ള ഫുഡാണ് കേട്ടോ അത്. ഇത് ഫുഡ് കഴിക്കുന്നൊരു വലിയ ടാസ്ക് ആയിരുന്നു. ഇങ്ങനെ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ അപ്പോൾ വരും ഇവിടെ മങ്കികൾ. കുരങ്ങന്മാരുടെ ഒരു അറ്റാക്ക് എന്ന് തന്നെ പറയാം കേട്ടോ. നമ്മൾ ഈ ബോക്സ് തുറക്കുന്ന സമയത്ത് തന്നെ ഇവർ വന്നിട്ട് നമ്മളെ ഈ ബോക്സിൽ നിന്ന് ഫുഡ് എടുത്തുകൊണ്ട് പോകും. അങ്ങനെയായിരുന്നു നമ്മൾ തൊട്ടപ്പുറത്തൊക്കെ ആൾക്കാരുടെ അടുത്ത് കൊണ്ട് പോണത് നമ്മൾ കണ്ടതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നമ്മൾ കവർ ചെയ്തിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഫുഡ് കഴിഞ്ഞതിന് ശേഷം പിന്നെ റേഡിയോ ടീമിൻ്റെ വക ലൈവൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് എല്ലാവരും കൂടി അവിടെ ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടില്ല, അതിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെ നിന്നിട്ട് ഒരുപാട് പേര് എല്ലാവരും വീഡിയോസും ഒക്കെ എടുത്തു. ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രം ആഫ്രിക്ക. യെസ്, നമ്മളുടെ 6th ആനിവേഴ്സറി സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പൊ വന്നിരിക്കുന്നത് ആഫ്രിക്കയിലാണ്. അതായത് 2 കൺട്രീസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പോ ഫസ്റ്റ് ഡേ കഴിഞ്ഞു, സെക്കൻഡ് ഡേയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. സെക്കൻഡ് ഡേ എന്ന് പറയുമ്പോൾ തരംഗരെ നാഷണൽ പാർക്കിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ വന്ന ആ ഒരു കാഴ്ചകൾ മുതലൊക്കെ തുടങ്ങിയല്ലോ. അതായത് നമ്മൾ ടാൻസാനിയ ആൻഡ് എത്യോപ്യ 2 രാജ്യങ്ങൾ ലക്ഷ്യം വെച്ച് വരുന്നു. ആദ്യം എത്യോപ്യയിലെ ആഡിസ് അബാബയിൽ ഇറങ്ങുന്നു. അവിടെ നിന്ന് നമ്മൾ വീണ്ടും കണക്ട് ചെയ്തിട്ട് അരൂഷയിലേക്ക് എത്തുന്നു. ഇന്നലത്തെ ദിവസം അരൂഷയിലായിരുന്നു. ഇന്നലെ വൈകുന്നേരം നമ്മൾ അരൂഷ ടൗണൊക്കെ ഒന്ന് കറങ്ങി കണ്ടു. എനിക്ക് ഇറങ്ങിപ്പോയത് ടൗൺ ഒക്കെ നമ്മളൊന്ന് രാത്രി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് അവിടുത്തെ സ്ട്രീറ്റും കാര്യങ്ങളും ഒക്കെ തന്നെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. നമുക്ക് നമ്മളുടെ കുറെ കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് ടോട്ടലി എന്താ പറയാ, ഒട്ടും മനസ്സിലാവാത്ത കാര്യങ്ങളൊന്നുമില്ല. വളരെ കോമൺ ആയിട്ട് നമ്മുടെ നാടിനെ റിസംബിൾ ചെയ്യുന്ന ഒത്തിരി സംഗതികൾ ഉണ്ട് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ ഞങ്ങൾ ഏകദേശം 5:30 ആയപ്പോൾ എണീറ്റ് റെഡിയായി ഇവിടേക്ക് പോന്നിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ നമ്മുടെ തരങ്കര നാഷണൽ പാർക്കിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമുള്ള കാഴ്ചകളാണ്. ഞങ്ങൾ ഈ ബിഗ് 5ലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആഫ്രിക്കയിലേക്ക് വരുമ്പോൾ എല്ലാവരുടെയും മനസ്സിലെ ഒറ്റ ചിന്ത എന്ന് പറയുന്നത് ബിഗ് 5സിനെ കാണുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തരങ്കര നാഷണൽ പാർക്ക് എന്ന് പറയുമ്പോൾ ഏറ്റവും ഹൈലൈറ്റ് അവിടെ ആനകളും ജിറാഫും ആണ് എന്നുള്ളൊരു കാര്യം ആദ്യമേ നമ്മുടെ ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് ആനകളെ തന്നെ. ആനകളുടെ ഒരു കൂട്ടമാണ്. അതായത് 1-2 കൂട്ടങ്ങളൊന്നുമല്ല, ഒരുപാട് തവണ ഈ ആഫ്രിക്കൻ ആനകളെ കാണാനുള്ള ഒരു ഗോൾഡൻ ചാൻസ് നമുക്കുണ്ടായി. അത് കൊല്ലക്കൊമ്പന്മാര് നമ്മളെന്താ വെച്ചാൽ നമ്മൾ 1-2 ആനയെ ഇപ്പുറ സൈഡിൽ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇപ്പോ അവിടെ നിർത്തും, വണ്ടി നിർത്തുന്നു. ഇവര് മുന്നോട്ട് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ് ഇവിടെ നിർത്താണ്ട്. അപ്പൊ ഇപ്പുറത്തെ ആന കൂട്ടാണുള്ളത്, അതുകൊണ്ടാണ്. അതുപോലെ ജിറാഫിനെ കണ്ടു. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതായത് സിംഹിണിയെ, അതെ സിംഹത്തിന്റെ ഭാര്യ, 2 പേരെ കണ്ടു. സിംഹത്തിന്റെ ഭാര്യമാരെ ഞങ്ങൾ കണ്ടു. അത് ഞങ്ങളിങ്ങനെ മെല്ലെ പോവാണ്. പെട്ടെന്ന് ഒരാളുടെ കണ്ണിൽ അത് കാണുന്നു. എല്ലാവരും അവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നു. അങ്ങ് ദൂരെ ഇങ്ങനെ 2 പേരിങ്ങനെ വെറുതെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ അല്ലെ ഒരു റെസ്റ്റ് എടുക്കുന്ന ആ ഒരു ഫീലായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു ഫുൾ സന്തോഷത്തിലാണ്. അപ്പൊ എന്തായാലും ആ ഒരു സന്തോഷം നമ്മുടെ കൂടെ വന്ന റേഡിയോ മലയാളം 98.6ന്റെ ഫ്ലൈ വിത്ത് മലയാളം 98.6ലൂടെ നമ്മുടെ കൂടെ വന്ന ആ 48 പേര്, 45 ഞങ്ങൾ 49 പേര്, 46 നമ്മൾ 3 പേര് കഴിഞ്ഞാൽ. യെസ്, ഇനി അവരുടെ ആ ഒരു സന്തോഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു ഹായ് കൊടുത്ത എല്ലാവരും. എല്ലാവരും ഭയങ്കര കെയർഫുൾ ആയിട്ടാണ് ഉള്ളത്. അപ്പം ഓരോരുത്തരുടെ അടുത്ത് നമുക്ക് ഇങ്ങനെ ചോദിക്കാം എക്സ്പീരിയൻസിനൊക്കെ വേണ്ടിയിട്ട്. എന്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. കംപ്ലീറ്റ് എനിക്ക് ഇങ്ങനെ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഫുൾ കമന്ററി ആയിരുന്നു എനിക്ക്. അതായത് ആഫ്രിക്കൻ ചരിത്രത്തിനെ കുറിച്ചും അതേപോലെ തന്നെ ആനിമൽസിനെ കുറിച്ചും ഒക്കെ വളരെ കാര്യമായിട്ട് നന്നായിട്ട് പറയുന്ന ഒരാളാണ്. സോ നമ്മുടെ ഈ ഒരു യാത്രയെ പറ്റിയിട്ട് പറഞ്ഞു. എന്താണ് നമുക്ക് വിവരിക്കാൻ പറ്റില്ല. അത്രയും എല്ലാവരും ഒരു ഭയങ്കര ആക്റ്റീവ് മൂഡിലാണ്. ഞങ്ങൾ കഴിഞ്ഞൊരു കുറച്ച് മാസങ്ങൾക്ക് മുന്നാണ് കെനിയയിൽ പോയി വന്നത്. അതേപോലത്തെ ഒരു സിമിലർ എക്സ്പീരിയൻസ് തന്നെയാണ്. പക്ഷേ ഈ ടീമിന്റെ ഒരു വൈബ് കാരണം ഞങ്ങൾ ഒരു തവണ കൂടി ആ യാത്രയിൽ നിന്ന് അതേ അനുഭവങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഇതുവരെ എല്ലാം സൂപ്പറായിട്ട് പോകുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങളും വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. നിങ്ങൾ ലൈവ് വിടുന്നതായിരിക്കും. നമ്മുടെ ആനിമൽസ് നമ്മളിപ്പോൾ കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ.
നമ്മൾ കെനിയയിലെ ഒരു എക്സ്പീരിയൻസിന് അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും നമ്മൾ ആനിമൽസിനെ തുടക്കമായിട്ടേ ഉള്ളൂ, കണ്ടു വരുന്നു. ഇനി ഒരു ദിവസം കൂടി ഞങ്ങൾക്കുണ്ട് വേറൊരു സഫാരിയിൽ കൂടുതൽ മൃഗങ്ങളെ കാണുന്ന പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ നമ്മുടെ ഈ ഒരു ജംഗിൾ സഫാരി. യെസ്, അപ്പോൾ ഇവിടെ ഒരുപാട് പേരുണ്ട്. അതോടൊപ്പം തന്നെ റേഡിയോ മലയാളം 98.6 നമ്മുടെ റീൽസ് കോൺടെസ്റ്റിലൂടെ സമ്മാനം നേടിയ നമ്മുടെ സ്വന്തം ഷുക്കൂർ ആൻഡ് ഫാമിലി ഇവിടെയുണ്ട്. യെസ്, ഇവിടെയുണ്ട് ഫാമിലി. യെസ്, വൈഫ് അവിടെയുണ്ട് കേട്ടോ. ഷുക്കൂറിന്റെ കഥകളൊക്കെ ഇന്നലെ കേട്ട് ഞങ്ങൾ ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്. കുറെ സസ്പെൻസ് കഥകളൊക്കെ ഉണ്ട്. മക്കളവിടെ 2 പേരുണ്ട്. 2 ഇതേ നോക്കി കേട്ടോ, ജംഗിളിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ അവർ ആ ഡ്രസ് കോഡിലേക്ക് എത്തിയിരിക്കുന്നത്. ഷുക്കൂർ ആൻഡ് ഫാമിലി എങ്ങനെയുണ്ട് നമ്മുടെ ആ ട്രിപ്പ്? നമ്മൾ എന്താ പറയാ, ഇത്ര പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇവര് വന്ന് മൃഗങ്ങളൊന്നും കാണുന്നില്ല എന്നൊരു ചെറിയൊരു പരിഭവം ഉണ്ടായിരുന്നു കുട്ടികൾക്ക്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡ്രൈവർ ഒരു ആനനെ കണ്ടിട്ട് അതിന് വേണ്ടിയിട്ട് മാത്രം സെപ്പറേറ്റ് പുള്ളി അതിനെ ഫോക്കസ് ചെയ്ത് പോയി. അവസാനം ആന ഞങ്ങളുടെ കൂടെ നേരെ വന്നപ്പോൾ കുട്ടി അവസാനം പേടിച്ച് കരയുന്ന അവസ്ഥ വന്നു. അത്രയും എന്താ പറയുക, എല്ലാവരും ഭയങ്കര എക്സൈറ്റഡിലാണ്. ഞാൻ വൈഫിന് കൊടുക്കാറുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയും ഇതുപോലെയുള്ള സാഹസികത പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഇവിടെ നമ്മുടെ കോശിച്ചേട്ടന്റെ ഫാമിലി ഇവിടെ ടീച്ചറുണ്ട്. 2 പേര്. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? നമ്മുടെ ട്രിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ ഒരു അഡ്വാൻസ് ബെയിൽ പോലെ ആരോ നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ളവർ നൗഫല എന്ന് പറഞ്ഞ ആരെന്നറിയില്ല ഒരു പറഞ്ഞ് ചിലപ്പോൾ ആനിമൽസിനൊന്നും കണ്ടില്ലെങ്കിലും നിങ്ങൾ പരിഭവിക്കരുത് എന്നുള്ള ഒരു ആശങ്ക ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഒരു ആനക്കൂട്ടിൽ നിന്ന് വന്നവരാണ്. അതായത് കോന്നി ആനക്കൂട്ടിൽ നിന്ന് ഞങ്ങൾ അതിനടുത്താണ്, അവിടെ നിന്ന് വന്നവരാണ്. അപ്പോൾ അവിടെ 8-12 ആനകളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതിനപ്പുറം ഒന്നും കാണാൻ സാധ്യതയില്ല എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വന്നത്. പക്ഷെ വന്നപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആനകൾ ഞങ്ങൾ കൗണ്ട് ചെയ്ത് 27 ഉണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പില് അതോടൊപ്പം തന്നെ ആനക്കുട്ടികളും അതുമായിട്ട് വേറെ ഒരു 4-5 ഗ്രൂപ്പുകൾ, പിന്നെ 2 ലയൺസ് അവിടെ അങ്ങനെ വിഹരിക്കുന്നു. ഇതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് ഏതൊക്കെയോ ഇന്നത്തെ ദിവസം സംതിങ് ഒരു ഗെയിൻ ചെയ്തെന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾക്കൊരു നേട്ടമുണ്ടായി. അതേതായാലും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം, നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഒരു അനുഗ്രഹം, പിന്നെ ഞങ്ങൾ വന്ന വണ്ടിയാണെങ്കിലും നമ്മുടെ ജോബിനും ഉണ്ണികൃഷ്ണനും ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായി തകർത്താണ് വന്നത്. ഞങ്ങൾ രണ്ടും കോഴറ്റായിട്ട് നിൽക്കുകയായിരുന്നെങ്കിലും പക്ഷേ ഞങ്ങളെ കൂടെ അവരെ ഉണർത്തി. എനിക്ക് നല്ലൊരു അനുഭവമായിരുന്നു. ഇനിയുള്ള ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഭംഗിയായിട്ട് ഇതുപോലെ പോകാം എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാ ഗ്രൂപ്പിലും ഒരു വൈബിംഗ് ടീം ഉണ്ടാവില്ല, അതുപോലത്തെ ടീമാണ് ഇവർ 2 പേരും നടന്നത്. 2 പേരും ഉണ്ണിച്ചേട്ടനും എന്നും ലേറ്റ് ആയിട്ട് വന്നതിന്റെ പരാതിയിലിരിക്കുകയാണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 2 ക്രോണിക് ബാച്ചിലേഴ്സ് ആണ്. ഞങ്ങൾ എവിടെ നിന്നാലും വിത്തൗട്ട് എനി ഗ്രൂപ്പ്, വിത്തൗട്ട് എനിത്തിങ് ഫുൾ വൈബ് കൊടുത്തിരിക്കും. അപ്പൊ ചേട്ടൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. ഇത് കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. നന്ദി, നമസ്കാരം. തകർത്ത പരിപാടി, ഇനിയും തകർക്കും. ആനകൾ എത്ര കണ്ടു? 27. ഒരു ഗ്രൂപ്പിൽ 27. ചേട്ടനോട് പറഞ്ഞു 27 പേരെ ഞാൻ എണ്ണീന്ന് പറഞ്ഞു. എന്തായാലും അടിപൊളി പ്രോഗ്രാമാണ്. എല്ലാവരും നമ്മള് സ്വാഗതം ചെയ്യാണ്. സന്തോഷം. അതെ, ഇതിന്റെ ഓർഗനൈസേഴ്സിന് റേഡിയോ മലയാളം 98.6 ഒരുപാട് നന്ദി. നമ്മള് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, നമുക്ക് ഇനി നമ്മുടെ ചേച്ചിമാരൊക്കെ ഇവിടെയുണ്ട്. അടുത്ത ഒരാളിലേക്ക് പോകാം. അവരുടെലേക്ക് പോകുമ്പോൾ നൈസായിട്ടൊക്കെ മാറിയിരിക്കും. പക്ഷെ ആനകളെ കാണുമ്പോൾ അങ്ങനെ അല്ലായിരുന്നു. എല്ലാവരും കട്ടായി. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ആനകളെ കണ്ടത് നല്ലത്. അവിടെ നോക്കിയോ, ലൈവിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളിപ്പോ 2ാമത്തെ തവണയാണ് റേഡിയോ മലയാളത്തിന്റെ കൂടെ വരുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ എന്തായാലും ആനകളെ കണ്ട, അതോടൊപ്പം തന്നെ സിംഹത്തിനെ കണ്ട ആ ഒരു വലിയൊരു സന്തോഷം തന്നെയാണ് എല്ലാവരും ഇരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ആളിലേക്ക് പോവുകയാണ്, ഫുൾ ഹാപ്പി ആയിട്ട്. നമ്മളുടെ കോയക്കയിലേക്കാണ് പോകുന്നത്. അദ്ദേഹം ജിബിന്റെ ടീമിന്റെ എന്തായിരുന്നു ടീമിന്റെ പേര്? പക്ഷെ അത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓർക്കേണ്ടത് കിങ്സ് ഓഫ് സാൻസിബർ. അത് ഞാൻ പിന്നെ പരിചയപ്പെടുത്തരാം. സോ നമ്മുടെ കാഴ്ചകളുടെ അനുഭവങ്ങളാണ് പാർവതി നമ്മൾ പറയുന്നത്. നമ്മുടെ ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയാണ്. ഇപ്പൊ കോയക്കാണ് അടുത്ത് നമ്മളോട് സംസാരിക്കാൻ. ഞങ്ങൾ ആദ്യം പറഞ്ഞു ടാൻസോപ്പിയ കൊമ്പൻസ് എന്ന ടീമാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെയുള്ള കൊമ്പന്മാർ മൊത്തം ഈ ഒരു ടീമിനെ ഇങ്ങനെ വരവേൽക്കുന്ന രീതിയിൽ വന്നിട്ട് 1ഉം 2ഉം 3ഉമല്ല 30ഉം 40ഉമുള്ള കൊമ്പന്മാരുടെ കൂട്ടത്തോടെ വന്നിട്ടായിരുന്നു ബാക്കിയുള്ള ഓരോരുത്തരെയും അത്ഭുതപ്പെടുത്തിയിരുന്നത്.
അത്തരത്തിലുള്ള അത്ഭുത കാഴ്ചകളാണ് ഞങ്ങൾ ഇവിടെ വന്നപ്പോഴേക്ക് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ കൊമ്പൻ ടീമിനോട് പറഞ്ഞ് ഇവിടെ കൊമ്പന്മാരെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനിയുള്ള വരും ദിവസങ്ങളിലും ഇതുപോലുള്ള ഇതിലും മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഒരുക്കി തരും, പ്രത്യേകിച്ചും കൊമ്പൻസ്. തീർച്ചയായിട്ടും രാജേഷ് ഭായി ഇനി അടുത്ത രാജേഷ് ചേട്ടനിലേക്ക് പോവുകയാണ്. രാജേഷ് ചേട്ടാ, നമസ്കാരം. ഞങ്ങൾ ആക്ച്വലി ഇത് റെജി വൈഫ്, ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് റേഡിയോ മലയാളത്തിന് കൂടെ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അൽമാട്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ വൈബ് ഇതുവരെയും പോയിട്ടില്ല. അപ്പോൾ അതൊന്ന് കണ്ടിന്യൂഷന് വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം വന്നത്. ഇവിടെ ഈ പണ്ട് രജനീകാന്തിന്റെ യന്ത്രൻ കണ്ടപ്പോൾ ഉള്ളൊരു ആഗ്രഹമാണ് ഈ കിളിമഞ്ചാരോ എന്നാണ്. കിളിമഞ്ചാരോ മൗണ്ടൻസ് ആ സ്ഥലത്തേക്കാണ് ഞങ്ങൾ. കിളിമഞ്ചാരോ എയർപോർട്ടിലാണ് വന്ന് ഇറങ്ങിയത്. അതെല്ലാം കഴിഞ്ഞ് ഇന്നിപ്പോ ഒരു സൂപ്പർ ടീമിന്റെ പേര് എങ്ങനെയാണല്ലോ 986 കിളിമഞ്ചാരോ ഗ്രൂപ്പിലാണ് നമ്മള്. ഷിപ്പിനാണ് നമ്മുടെ ലീഡർ. അപ്പൊ എന്തായാലും ഇന്നത്തെ സഫാരി വളരെ അടിച്ചു പൊളിച്ചു. എല്ലാവരും പറഞ്ഞിരുന്നല്ലോ 27 ആന 30 ആന. ഞാൻ 32 ഒരു ഗ്രൂപ്പിൽ എണ്ണിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ അതുമല്ല, ഇത് ക്രോസ് ചെയ്യുമ്പോൾ ഈവൻ എലിഫന്റ് വിസ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതടക്കം കേൾക്കാൻ പറ്റി. അപ്പൊ അതൊരു ഭയങ്കര ഒരു അനുഭവമാണ്. അപ്പൊ അത്രയും ഒരു അടിപൊളി ആണ്. ഇനിയിപ്പോ ഇനിയിപ്പോ അങ്ങനെ ചേച്ചിയിലേക്ക് പോവാണ്. ഞങ്ങള് അതേപോലെ കിളിമഞ്ചാരോ എയർപോർട്ടിൽ വന്നെത്തിയപ്പോ ആദ്യം കാണുന്ന കാഴ്ച നമ്മുടെ മാങ്ങയും മുരിങ്ങാക്കായും ഒക്കെയാണ്. ശരിക്കും നമ്മുടെ നാട്ടിലെത്തിയ അതേ ഫീല് അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. അവരുടെ കൂടെ അടിച്ചു പൊളിച്ച് നല്ലൊരു വൈബിൽ ഇങ്ങനെ പോവാണ്. പക്ഷേ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമുണ്ട്. ഇവിടെ എല്ലാരും കൗണ്ട് ചെയ്തത് 27 30 ഒക്കെയാണ്. പക്ഷെ ഒരാൾ കറക്റ്റ് ആയിട്ട് 60 ആനകളുള്ള ഒരു വലിയ അല്ലല്ല ഒരൊറ്റ വലിയ ഒറ്റ ഒരു കൂട്ടത്തിനകത്ത് 60 ആനകളെ എണ്ണിയ ഒരാളുണ്ട്. നമ്മുടെ ഷമീർ സിറ്റി അല്ലല്ല പുള്ളി വളരെ കാര്യമായിട്ട് എണ്ണിയ ആളുണ്ട്. പക്ഷെ ആ ആളെ ഇപ്പൊ കാണുന്നില്ല. പക്ഷെ പുള്ളി കറക്റ്റ് ആയിട്ട് എണ്ണി കൗണ്ട് ചെയ്ത് വലിയൊരു കൂട്ടമുണ്ടായിരുന്നു. അതിൽ 60 എണ്ണം ഉണ്ടായിരുന്നു എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പുള്ളി എണ്ണിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ യാത്രകൾ ഇവിടെ അവസാനിക്കുന്ന ഇന്ന് രണ്ടാമത്തെ ദിവസം മാത്രമാണ് ആയിരിക്കുന്നത്. രണ്ടാമത്തെ ദിവസവും അത്ഭുത കാഴ്ചകൾ റേഡിയോ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ലൈവിലൂടെ ഞങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ പേജുകളിൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. അപ്പൊ ഇനി നമ്മൾ നാളത്തെ ദിവസം എന്ന് പറയുന്നത് മാന്യത അങ്ങോട്ടേക്ക് നാഷണൽ അവിടേക്കാണ് പോകുന്നത്. ഇനിയും സഫാരിയും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ മാത്രമല്ല, നാളെയും ഇതുപോലെ കുറെ മനോഹരമായ കാഴ്ചകൾ നമ്മൾ കാണുന്നു. ആ കാഴ്ചകളെല്ലാം റേഡിയോ മലയാളം 98.6 ഫ്ലൈ വിത്ത് മലയാളം 98.6 എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരിലേക്ക് വന്നിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി ഒരു വലിയ ഹായ് പറഞ്ഞല്ലോ. ഞാൻ ഇന്നത്തെ വിവാദ വിഷയം എന്തുകൊണ്ട് ജോബി ചേട്ടൻ ലേറ്റ് ആയി? ഒറ്റ വാക്കിൽ പറയാം. ജോബി ചേട്ടൻ ലേറ്റ് ആയത് ഉണ്ണിച്ചേട്ടൻ ലേറ്റ് ആയത്. ഉണ്ണിച്ചേട്ടൻ ബാത്റൂമിൽ കയറി വാതിലടിച്ചിരുന്നു. ഞാൻ തുറക്കുന്നു നോക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ലേറ്റ് ആയി. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് കേട്ടോ. ഫുഡ് കഴിക്കലും റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും. ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജിറാഫിൻ്റെ ഏരിയ ആണെന്നാണ് തോന്നുന്നത്. നമ്മൾ മരത്തിൻ്റെ ഇടയിൽ കൂടെ തന്നെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഒരാളെ കണ്ടു കേട്ടോ. അപ്പോഴാണ് നമുക്കത് മനസ്സിലായത് മരമാണെന്നാണ് സത്യത്തിൽ നമ്മൾ വിചാരിച്ചത്. പക്ഷേ പിന്നെ ഇത് നടക്കണ കണ്ടപ്പോഴാണ് നമുക്കത് ജിറാഫാണെന്നെല്ലാം മനസ്സിലായത്. പിന്നെ എല്ലാവരും ജിറാഫിൻ്റെ പുറകിലായിരുന്നു. അപ്പം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലും പുറകിലും എന്താ പറയുക മുന്നിലൊക്കെ ആയിട്ട് തന്നെ ഒരുപാട് ജിറാഫ് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ച് ദൂരത്തായതുകൊണ്ട് നമുക്ക് അതിൻ്റെ തലഭാഗം മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ കുറച്ചും കൂടെ അങ്ങോട്ട് പോയിട്ട് അതിൻ്റെ അടുത്തേക്ക് പോയിട്ടാണ്. പിന്നെ ഇവർ നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാച്ചു നിൽക്കണ പോലെയാണ് കേട്ടോ. ഇത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്കിത് അനങ്ങാതെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് മരമാണ് നിൽക്കുന്നതെന്ന് തോന്നിപ്പോവും. പിന്നെ മൂവ് ചെയ്യുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുക. കാരണം മരങ്ങളും ഇതേപോലെ ഉണങ്ങി നിൽക്കുന്നതുകൊണ്ടേ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ട്രിപ്പിൽ മക്കൾക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ അവർക്ക് കിട്ടിയിട്ടോ. കാരണം ഇങ്ങനത്തെ ഒരു ട്രിപ്പ് എല്ലാവരും എൻജോയ് ചെയ്തിട്ടുള്ള, പിന്നെ ആഫ്രിക്കയിൽ പോകാൻ പറ്റുക, അതൊക്കെ ഒരു വല്ലാത്തൊരു, അതും അവരുടെ ഈ ഒരു ലൈഫിൽ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ പറ്റുകയെന്ന് പറയുന്നത് അതൊരു വലിയൊരു കാര്യം തന്നെയാണല്ലോ. അങ്ങനെ എന്തായാലും പിന്നെ നമ്മൾ ഒരുപാട് ജിറാഫിനെ കണ്ടു കേട്ടോ. അതുപോലെ ഈ ഒരു പാമ്പും പുറ്റൊക്കെ കണ്ടു. അങ്ങനത്തെ ഒരുപാട് പുറ്റുകളും ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ കാണുന്ന
പുറ്റ് പോലെ തന്നെ അല്ല കേട്ടോ, ഒരുപാട് ഹൈറ്റ് ഉണ്ട്. അപ്പം ജിറാഫും പുറ്റൊക്കെ ശരിക്ക് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ്. ഇത് കണ്ടോ, ഒരാളിവിടെ അനങ്ങാതെ നിൽക്കുന്നുണ്ട്. ഇതുവരെ നമ്മൾ ആനക്കൂട്ടാണ് കണ്ടതെങ്കിൽ ഇവിടെ ജിറാഫിൻ്റെ കൂട്ടം തന്നെയായിരുന്നു കേട്ടോ. കാരണം ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുകയല്ല, ഇവർ അവിടെ ഇവിടേക്ക് ആയിട്ട് ഓരോരുത്തരായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്കിങ്ങനെ സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഒരുപാട് എണ്ണത്തിനെ കാണാൻ പറ്റിയിട്ടോ. അങ്ങനെ പോകുമ്പോൾ തന്നെയാണ് കേട്ടോ ജിറാഫിൻ്റെ ഒരു ഫാമിലി തന്നെ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് മെയിലും ഫീമെയിലൊക്കെ എങ്ങനെ തിരിച്ചറിയാന്നുള്ളത് നമ്മൾ ആ ഗൈഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ ജിറാഫിൻ്റെയൊക്കെ ഈ ഒരു മുകളിൽ ഒരു ഹോണില്ല, നമ്മുടെ ഈ കൊമ്പ് പോലത്തെ ഒരു സംഭവം, അത് ഈ ഒരു മെയിൽസിൻ്റെ ആണെങ്കിൽ അത് കുറച്ച് ഹാർഡായിരിക്കും, അതുപോലെ ഫീമെയിൽസിൻ്റെ ആണെങ്കിൽ അത് നല്ല സ്മൂത്തായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കണ്ടപ്പോൾ ഒരുപാടെണ്ണത്തിനെ കണ്ടപ്പോൾ നമുക്ക് അതിന് മനസ്സിലായത് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ കളറിലും ഉണ്ട് കേട്ടോ കുറച്ച് ചേഞ്ചസ്. ഈ ഒരു ജിറാഫിനെ കണ്ടാൽ കുറച്ച് കളർ കൂടുതലാണ്. അതുപോലെ നമ്മൾ നേരത്തെ കണ്ടത് അത്ര കളറില്ല കേട്ടോ. ഈ കൂട്ടത്തിൽ കണ്ടില്ലേ, ഇതൊക്കെ കുറച്ച് കളർ കൂടിയ ടൈപ്പ്. അപ്പോൾ ഇതിലും കുറച്ച് നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. ആ ഒരു മരത്തിനോട് ചാരി നിൽക്കുന്ന ഒരു ജിറാഫ് ഉണ്ടായിരുന്നു, അത് വേറൊരു കളറായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് ബ്രൗണൊക്കെ നല്ലോണം കൂടിയിട്ടുള്ളത്. എന്തായാലും കുറേ ജിറാഫിനെയും കണ്ടു. പിന്നെ നമ്മളിങ്ങനെ വീഡിയോസ് എടുക്കുന്ന കണ്ടപ്പോൾ അവരിങ്ങനെ ഓടിപ്പോയിട്ട് അവിടെ നിന്നെടുത്തുനിന്ന്. പിന്നെ കിട്ടുന്ന സമയത്ത് നമ്മൾ വണ്ടി നിർത്തിയിടുമ്പോഴേ ഓരോ ജിറാഫിനെ കാണുന്ന, പിന്നെ ഓരോരുത്തരുടെ വിശേഷങ്ങൾ, അതുപോലെ എന്താ പറയുക, ആ സമയത്താണ് നമ്മൾ മീറ്റ് ചെയ്യണത് എല്ലാവരും തമ്മിൽ. അപ്പം പിന്നെ നമ്മൾ വിശേഷങ്ങളും അതിൻ്റെ അടുക്ക് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ചിപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് എക്സ്ചേഞ്ചും കാര്യങ്ങളും ഒക്കെ നമ്മൾ കഴിച്ചിങ്ങനെ പോകുന്ന സമയത്താണ് നമ്മളെ വഴി മുടക്കി ഒരു കുട്ടിയാന നിൽക്കുന്നുണ്ട്. അപ്പോൾ കുട്ടിയാനെ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷെ തൊട്ടപ്പുറത്ത് കൂട്ടം തന്നെ ഉണ്ട് കേട്ടോ. അതിനെ നമ്മൾ കണ്ടിട്ടില്ല. ആളിവിടെ പുല്ലൊക്കെ തിന്ന് ഉഷാറായിട്ട് നിൽക്കുകയാണ്. നമ്മളവിടെ വണ്ടി നിർത്തി നോക്കി, ഒരു വിഷയമില്ല, ആളവിടെ നിന്നിട്ട് തിന്നുന്നുണ്ട്. തൊട്ടപ്പുറത്ത് കണ്ടില്ല, അവർ വെള്ളം കുടിക്കുന്നുണ്ട്. ഇത് ശരിക്കും നമുക്ക് തൊട്ട് നോക്കുന്ന ദൂരമാണ് കേട്ടോ. പിന്നെ വണ്ടിയിലാണെങ്കിൽ തന്നെ വണ്ടിയിൽ നിന്ന് വേണമെങ്കിൽ തൊട്ട് നോക്കാനുള്ള ദൂരത്താണ് നിൽക്കുന്നത്. എന്തായാലും ആൾക്കൊരു കൂസലുമില്ല, നമുക്കൊരു കൂസലുമില്ല എന്ന് പറഞ്ഞ പോലെയാണ്. നേരത്തെ ഓടി വന്ന പോലെ അങ്ങനെ ഓടി വരുമെന്ന് വിചാരിച്ചിട്ട് മക്കൾക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊരു കുട്ടി ആയതുകൊണ്ട് ആർക്ക് അത്രക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും അതിൻ്റെ തൊട്ടടുത്ത് കിട്ടിയതുകൊണ്ട് ഭയങ്കര വീഡിയോസ് എടുക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ഫോട്ടോ എടുക്കുകയോ വീഡിയോസ് എടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഞാനിവിടെ എൻ്റെ ഫുഡ് കഴിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ആൾ നിന്നിട്ട് കഴിക്കുന്നത്. നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യണ പോലും ഇല്ല. ഓരോരുത്തർ നസീത്ത അതിൻ്റെ കൂടെ നിന്നൊരു സെൽഫിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഷെഫിനെ ഇവിടെ എടുക്കുന്നുണ്ട്. എല്ലാവരും ഓരോരുത്തരും എന്താ പറയുക, തലങ്ങും വിലങ്ങായിട്ട് തൊട്ടടുത്ത് കിട്ടിയതുകൊണ്ട് ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മളിപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. അപ്പം സമയം ഇരുത്തി തുടങ്ങിയാലും സന്ധ്യ മയങ്ങി തുടങ്ങി എന്ന് പറഞ്ഞ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു പോരാണ് കേട്ടോ. ഒരുപാട് ദൂരം നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ദൂരം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക, തിരിച്ചു പോരുന്ന വഴിയാണിത്. നമുക്കിങ്ങനെ കാണുമ്പോൾ തോന്നൂല ശരിക്കും ഇതൊരു ഫോറസ്റ്റ് ആണോ എന്നൊക്കെ തോന്നിപ്പോവും. നമ്മളെ പോണ വഴിയിൽ അല്ലെങ്കിൽ നമ്മൾ പോരുന്നതിന് മുമ്പേ ചിലവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഫ്രിക്കയിലെ ഫോറസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതമാവെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ശരിക്കും നേരിട്ട് കണ്ടപ്പോഴാണ് ആ ഒരു കാഴ്ച നമുക്ക് ശരിക്കും ആ ഒരു നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫോറസ്റ്റ് കണ്ട ഒരു അനുഭവമായി മാറിയത്. ഒരുപാട് ദൂരമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പിന്നെ സംസാരത്തിലൊക്കെ ആയിട്ടോ സമയം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ പോകുന്ന വഴികൾ തന്നെ ആയതുകൊണ്ട് തന്നെ. പക്ഷേ ഒരിക്കലും നമുക്ക് ബോറടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു മരം കണ്ടില്ലേ, ഇങ്ങനെ ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ ഈ ഒരു ഫോറസ്റ്റിൽ. ആ മരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 1000 വർഷം, 1000 അല്ല
5000 വർഷം വരെ പഴക്കമുള്ള മരങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഏകദേശം നമ്മൾ പൊടിപാറിന റോഡിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മൾ പോയപ്പോൾ പൊടിപാറി പോയപ്പോൾ തന്നെ നമ്മൾ പൊടിപാറി തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം ഈ ഒരു റോഡിൻ്റെ അപ്പുറത്തേക്കാണ് കേട്ടോ നമ്മളുടെ മെയിൻ റോഡും അതുപോലെ നമ്മൾ നേരത്തെ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്ന റിഫ്രഷ്മെൻറ്റ് റൂമും അവിടെ ഒരു ടീ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ടാണ് നമ്മൾ അക്കോമഡേഷനിലേക്ക് പോവുള്ളൂ. കാരണം അക്കോമഡേഷനിക്ക് ഇനി 2 hour എങ്ങാണ്ടോ ജേണി ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും നമ്മൾ ആഫ്രിക്കൻ വനാന്തരങ്ങളിലൂടെ അല്ലെങ്കിൽ തരങ്കിരി നാഷണൽ പാർക്കിനോട് വിട പറയുകയാണ് കേട്ടോ. പോയപ്പോൾ നമ്മൾ കണ്ട ഇമ്പാല കൂട്ടങ്ങൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. പിന്നെ അതുകൊണ്ട് പുറമെ നമുക്ക് കുറേ ഓസ്ട്രിച്ചിനെ കാണാൻ പറ്റി, അതുപോലെ പിഗുകൾ കുറേ കാണാൻ പറ്റി. അതൊക്കെ കുറച്ച് ദൂരത്തായിട്ടാണ് കേട്ടോ. പിന്നെ സീബ്രേനെയും കാണാൻ പറ്റി കേട്ടോ. സീബ്രേൻ്റെ കൂട്ടായിട്ടല്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്ക്, ഇവർ സീബ്രയും അതുപോലെ പന്നിയും കഴുതയും ഇമ്പാലയും എല്ലാം ഒരുമിച്ചാണ് കേട്ടോ. ഇമ്പാലേനൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതുകൊണ്ട് പിന്നെ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇമ്പാലയല്ലേ എന്നാൽ പിന്നെ അത് കുറേ കണ്ടതല്ല എന്നൊരു ഭാവത്തിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. അപ്പോഴാണ് നമ്മളെ മാനെ കണ്ടത് കേട്ടോ. കൊമ്പുകൾ കണ്ടപ്പോഴാണ് നമ്മളെ പുള്ളിമാനാണ് സംഭവം വരുന്നതെന്ന് മനസ്സിലായത്. അപ്പം ഇമ്പാലയുടെ കൂട്ടത്തിലാണ് ആൾ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് സംഭവം. ആദ്യമൊക്കെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ക്ലാസ്സൊക്കെ എന്താ പറയുക കണ്ണിലേക്ക് പൊടി അടിച്ച് കയറിയിട്ട് അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ കുറച്ചും കൂടെ മുന്നിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മളെ ഒരു ട്രൈബൽസിൻ്റെ ഒക്കെ ഒരു ഏരിയക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ പോണ വഴിയിൽ തന്നെ ഇപ്പം നമ്മൾ ഈ ഫോറസ്റ്റിലേക്ക് കയറിയിട്ട് കുറച്ച് ഒന്ന് കയറുമ്പോൾ തന്നെ ഇവരെ ഈ ഒരു ഹട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ കാണുന്നില്ലേ ഈ കുട്ടികൾ കണ്ടോ, ഈ നമ്മൾ പോണ വഴിയിൽ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ഒരുപാട് കുട്ടികളിങ്ങനെ കൈവീശി കാണിക്കുന്നുണ്ട്. നമ്മൾ പോണവരെന്തെങ്കിലും തരുവാനും അതുപോലെ കൊടുക്കാനും അവരത് സ്വീകരിക്കാനും വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. നിങ്ങളത് സങ്കല്പിച്ച് നോക്കണം. ഈ ഒരു ഫോറസ്റ്റിൻ്റെ ഇടയിൽ നമ്മളൊക്കെ ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. വെള്ളമില്ല, അതുപോലെ സുഖ സൗകര്യങ്ങളില്ല. അതൊരു വല്ലാത്തൊരവസ്ഥയായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മുടെ കയ്യിൽ കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ അവിടെ മക്കൾക്ക് കൊടുത്തു കേട്ടോ. അവരുടെ ഒരു ഹാപ്പിനെസ് അത് പറയാതിരിക്കാൻ വയ്യ. നമ്മളെ കൊടുത്ത സമയത്ത് അവരുടെ സന്തോഷത്തിന് പുറമെ നമ്മളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് അവരതിന് വേണ്ടിയിട്ട് തല്ലുകൂടുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമമായി തോന്നിയിട്ടോ. അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ആട് മേയ്ക്കുന്ന കാര്യം. അത് അധികവും മക്കൾ തന്നെയാണ്. ചെറിയ മക്കൾ തൊട്ട് വലിയ മക്കൾ വരെ. അതുപോലെ ഇതൊക്കെ കൃഷിത്തോട്ടങ്ങളാണ് കേട്ടോ. ഇതൊക്കെ നനയ്ക്കുന്നതും ഒക്കെ ഈ കുഞ്ഞു മക്കളാണ്. അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് സത്യത്തിൽ വിഷമമായിട്ടോ. നമ്മൾ പോണ സമയത്തൊക്കെ ഇവർ ഈ വെള്ളം തൂക്കിയിട്ടും ഒക്കെയാണ് നടക്കുന്നത്. ചെറിയ എന്തോ ഒരു കുടം പോലത്തെ സംഭവത്തിലൊക്കെ വെള്ളം എടുത്തിട്ടൊക്കെ ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട് ഒരുപാട് ദൂരത്ത്. കണ്ടില്ലേ മക്കൾ ഇപ്പോഴും അവിടെ ഇങ്ങനെ ഏത് വണ്ടി പോയാലും ഇവർ കൈ കാട്ടി നിൽക്കുന്ന പറഞ്ഞത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട്. അവസാനം കണ്ടോ ആ ഒരു മക്കൾ ആരോ എന്തോ കൊടുത്തു, നമ്മുടെ മുന്നിലത്തെ വണ്ടി എന്തോ കൊടുത്തു. ആ സമയത്ത് അതിന് വഴക്ക് കൂടുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കൊടുത്തപ്പോഴും അത് തന്നെയായിരുന്നു കേട്ടോ അവസ്ഥ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഫീലായി നമുക്കത് കൊടുത്തു കഴിഞ്ഞപ്പോൾ. കാരണം ഒരുപാട് നമ്മളെ കയ്യിൽ കൊടുക്കാനുണ്ടായിരുന്നില്ല. നമ്മൾ വണ്ടി എടുത്ത് പോരുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയായിപ്പോയി. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ പുറകിൽ പിന്നെ മക്കളുകൾ വരികയായിരുന്നു.